ഹായ് ഡു ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മളെ വെഡ്ഡിങ് തലേന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വെഡ്ഡിങ് ഡേ ആണ് വന്നിരിക്കുന്നത്. ഗേയ്സ്, വെഡ്ഡിങ് ഡേ. തലേന്നത്തെ വിശേഷങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഓഡിറ്റോറിയം എത്തി, എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് എത്തപ്പാടിലാണ്. അങ്ങനെ അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് പറയുന്നത് പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ, ഓറഞ്ച്, ഗ്രേപ്സ്, അങ്ങനെ 4 തരം ജ്യൂസാട്ടോ ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിന് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ എത്തിയിട്ടുണ്ടായിന് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുക്കൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. പക്ഷേ കുഴപ്പമില്ല, പെണ്ണും ചെക്കനൊന്നും എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഓലൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേക്കപ്പും കാര്യമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 വീട്ടുകാരുണ്ടാകുമല്ലോ, അതായത് ചാപ്പൻ്റെ മോൻ്റെ വൈഫില്ലേ കിട്ടുന്ന ഓളെ വീട്ടിൽ നിന്നുള്ളവരും, പിന്നെ ചാപ്പൻ്റെ നമ്മളെ ഫാമിലിയും, അതേപോലെ മേമൻ്റെ വീട്ടുകാരും, അങ്ങനെ കേട്ടോ. പിന്നെ ചാപ്പൻ്റെ മോളെ കെട്ടുന്ന വീട്ടുകാർ അവരില്ല, അവരെ പരിപാടിയൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ചെക്കൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചാപ്പൻ്റെ മോളെ കെട്ടുന്ന ചെക്കന് ഹസ്ബൻഡ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷനും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓന് പോയിട്ടുണ്ടായിനെ. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. അപ്പോൾ ഞങ്ങളിതാ മുൻപ് സീറ്റിൽ തന്നെ വന്നിരുന്നിട്ടുണ്ട്, ഒക്കെ കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ വന്ന് ഒരു 12:30 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനടുത്ത് ഉടുപ്പ് ഇതാട്ടോ. അപ്പോൾ കൂടെ ഉള്ളത് അമ്മായിൻ്റെ മോളാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴാണ് ഫസ്റ്റ് ബ്രൈഡിൻ്റെ എൻട്രി. അങ്ങനെ കൈമുട്ടിപ്പാട്ടൊക്കെ പാടി ബ്രൈഡിനെ നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കയറി. ജാബി കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ ഒഴിഞ്ഞ ടൈമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് ഹാളിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ബ്രൈഡ് സ്റ്റേജിൽ കയറ്റി. 2ാമത്തെ ബ്രൈഡാണിത്. ഇതാണ് ചാപ്പൻ്റെ മോൻ്റെ വൈഫ്. അപ്പോൾ അവർ കൈമുട്ടി പാട്ടൊക്കെ പാടി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരതാ സ്റ്റേജിലേക്ക് കയറ്റാണ്. എന്താ പറയണമെന്നൊന്നും അറിയില്ല. കുറേ ഇങ്ങനെ വോയിസ് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിൽ നിന്നുള്ള വോയിസ് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ ഹോളിലത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറൊരു രസമല്ലേ, വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴല്ലല്ലോ, ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും ഓരോ കാര്യത്തിനും.
അങ്ങനെ അതാ 2 ബ്രൈഡും ചെക്കനൊക്കെ സ്റ്റേജിലെത്തി. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയും ഇവർ തമ്മിലുള്ള ഫോട്ടോസും അങ്ങനെ ഒരു പരിപാടി അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ സ്റ്റേജ് കയറ്റിയതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മുത്തും റന്നും ഭയങ്കര കളിയാണ് കേട്ടോ. ഇവരെ തീരും വീഡിയോയിലാണെങ്കിൽ ഒന്നിനും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പിടിച്ച് നിർത്തിയതാണ്. പിന്നെ അതായത് ലഞ്ച് ടൈം എല്ലാവരും ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയാണ്, അമ്മായിൻ്റെ മോള്, മരുമകന്, പിന്നെ മകന് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് അവർ ഭക്ഷണം കഴിക്കാം. ഹോളിലാണെങ്കിൽ ഭയങ്കര തിരക്ക് കേട്ടോ. ഭക്ഷണം കൊടുക്കുന്നിടത്ത് സീറ്റൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 2 സെക്ഷനാണ്, ഒന്ന് വെജിറ്റേറിയനും ഒന്ന് അല്ലാതെ നോൺ വെജുമാണ്. അപ്പോൾ ഉമ്മ ഏതായാലും സാദാ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ സാദാ ചോറ് കഴിക്കണമെന്ന് വിചാരിച്ച്. പക്ഷേ മോളുൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഓലിൻ്റെ അടുത്ത് ഇരിക്കില്ല, ആ ചോറ് കഴിക്കൂലല്ലോ. അപ്പോൾ ഓൾക്ക് ബിരിയാണി വേണം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പോപ്കോണൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ മുത്തും റെന്നും മിനയും 2 പിന്നെ കോട്ടൺ ക്യാൻഡി ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. പക്ഷെ വരുന്നില്ല, ഓൾക്ക് അത് തന്നെ കിട്ടണം. ചോറ് അവർക്ക് വേണ്ട, അവർക്ക് കോട്ടൺ ക്യാൻഡിയും പോപ്കോണും തന്നെ കഴിച്ചിരുന്നാൽ മതി. അങ്ങനെ പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെ സീറ്റ് കിട്ടിയപ്പം പിന്നെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഹോളിലേക്ക് ഉള്ളിൽ കയറി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കണ ഓരോ തിരക്കിലാണ് കേട്ടോ. കുറേ ഫോട്ടോസ് അങ്ങനെ സ്റ്റേജിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവർ വീണ്ടും പോപ്കോണും ഇതന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്കാണ് മോൾക്ക് ജ്യൂസ് വേണം പറഞ്ഞു. ജ്യൂസ് നോക്കുമ്പോൾ ജ്യൂസിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീ ടൈമാണ്. 4 മണി 4 മണിയല്ല, ഒരു 2:30 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീ ഉമ്മ കുടിച്ച്, ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു.
രണ്ട് കൂട്ടരെയും കേക്ക് കട്ടിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പം ചാപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടിനെ ഓളങ്ങോട്ട് കയറ്റും വേണം, ചാപ്പൻ്റെ മോളെ അങ്ങോട്ട് ഇറക്കുകയും വേണം. അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ടേനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിക്കാണ്. അപ്പോൾ അതാ ഓളങ്ങോട്ട് കയറ്റി. അപ്പോൾ അറിയാലോ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പന്തലും കാര്യമൊന്നും വീട്ടിലിട്ടിട്ടില്ല. തലേന്ന് നല്ല ലൈറ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് പന്തലിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. പിന്നെ പിറ്റേന്ന് ഓഡിറ്റോറിയത്തിൽ നിന്നല്ലേ കല്യാണം, അതുകൊണ്ട് ഇവിടെ പന്തലും കാര്യമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഓളങ്ങോട്ട് കയറ്റുക. പിന്നെ ഓളെ കുറച്ച് റിലേറ്റീവ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ പിന്നെ സ്നാക്സും കാര്യമൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാ ഞങ്ങൾ മറ്റോളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓളെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ 2 ബ്രൈഡും ഇതാ ഡൈനിങ് ഹാളിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചാപ്പൻ്റെ മോള് ഭയങ്കര കരച്ചിലുണ്ട് കേട്ടോ, പോകുമ്പോഴുള്ള ആ ഒരു വിഷമം അറിയാമല്ലോ. അപ്പോൾ എന്താ പറയുക, കാണുമ്പോൾ ഭയങ്കര സങ്കടമായി, കണ്ടിരിക്കുന്ന അമ്മക്കാണ് ഭയങ്കര സങ്കടം. അങ്ങനെ ഞങ്ങളിതാ പുതുക്കത്തിന് പോവുകയാണ്. പുതുക്കെന്ന് പറയും ഇവിടെ, കുട്ടീനെ വീട്ടിൽ കാക്കുന്ന പരിപാടിക്ക് നമ്മൾ പുതുക്കത്തിന് പോവുകയെന്ന് പറയും. അപ്പോൾ മണവാട്ടിൻ്റെ വീട്ടിൽ കാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ അവൻ്റെ വീട്ടിലെത്തി. ചെക്കൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെയും നല്ലൊരു എൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല മഴ കഴിഞ്ഞിട്ടോ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ. അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിന് ഇത് അങ്ങനെ ഒരു ബോട്ടിൽ കുറച്ച് ജ്യൂസ് അതിനും ഗ്രേപ്സും പിന്നെ എനിക്ക് തോന്നുന്നു പൈനാപ്പിൾ ജ്യൂസാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ ഇതേപോലെ ബോക്സിൽ കുറച്ച് സ്നാക്സും ഉണ്ട്. അപ്പോൾ ഞാൻ മോളതും കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുത്തതായിട്ട് ഞാൻ ഓൾക്ക് കൊടുത്തില്ല കേട്ടോ ബോട്ടിൽ, വീട്ടിലെത്തിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. നല്ല തണുപ്പുണ്ടായിന്, അതുകൊണ്ട് പിന്നെ കഫക്കെട്ടും ജലദോഷമൊക്കെ ഓൾറെഡി കുറച്ചുണ്ട്. പിന്നെ ഈ ഒരു ചാറ്റൽ മഴയും കൂടി കൊണ്ടുപോയപ്പോൾ അധികം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണുത്ത് പോട്ടെ വിചാരിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് അവളെ. അപ്പോൾ അത് അതിൽ കേക്ക് കട്ടിങ്ങൊക്കെ ആണ്. പിന്നെ പുറത്ത് നല്ല മഴ കഴിഞ്ഞിട്ടോ, ഞങ്ങൾ വരുമ്പോൾ തൊട്ടുള്ള മഴ ആണ്, ഭയങ്കര മഴ അതിനും. പാർക്ക് ചെയ്ത് പിന്നെ ഞാൻ ഓട്ടാണ് അവിടുന്ന്. കാരണം എന്താ വെച്ചാൽ വന്നപ്പോൾ സീറ്റൊന്നും ഇല്ലേനും, സീറ്റ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു സീറ്റ് കിട്ടി. പിന്നെ ഞാൻ ഉമ്മയും ജാബിയൊക്കെ ബേക്കിലാണ് പിന്നെ വന്നിട്ടുണ്ടായിന്. ഞാൻ ഓടിട്ടോ, കാരണം എന്താ പറയുക, മഴ പെയ്തിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണില്ല, അവനവൻ്റെ കാര്യം നോക്കിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലൊക്കെ ആക്കി വീടൊക്കെ കണ്ട് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ വരുന്ന വഴിക്ക് ജാബിക്ക് വീട്ടിലിറങ്ങിയിട്ടുണ്ടായിരുന്നു, അവളെ വീട്ടിൽ. അങ്ങനെ അവളെ അവിടെ ആക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് വന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.